എന്താണ് ഇസ്ലാമോഫോബിയ? ഇസ്ലാമോഫോബിയയെക്കുറിച്ചുള്ള ഏറ്റവും സരളവും ഋജുവായിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ്. ഇസ്ലാമോഫോബിയ ഈസ് എ വേർഡ് ക്രിയേറ്റഡ് ബൈ ഫാഷിസ്റ്റ് ആൻഡ് യൂസ്ഡ് ബൈ കവേർഡ്സ് ടു മാനിപ്പുലേറ്റ് മൊറോൺസ്. ഫാസിസ്റ്റുകൾ ഉണ്ടാക്കിയ, ഭീരുക്കൾ ഉപയോഗിക്കുന്ന മന്ദബുദ്ധികളെ കൈകാര്യം ചെയ്യാനായിട്ട് ഫാസിസ്റ്റുകാർ കണ്ടുപിടിക്കുകയും ഭീരുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വാക്കാണ് ഇസ്ലാമോഫോബിയ. ഈ കോട്ട് ശരിക്കും ക്രിസ്റ്റഫർ ഹിച്ചൻസിനെ മിസ്കോട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാരാണെന്ന് വ്യക്തമല്ല, പക്ഷേ ഇങ്ങനെ ഒരു ട്വീറ്റുണ്ട്. ഈ ട്വീറ്റ് ആരാ ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അത്ര ഒരു നോൺ ആയിട്ടുള്ള ഒരു ഏജൻസി അല്ല. എനിവേ ദിസ് ഈസ്, പക്ഷേ എല്ലാവരും ഇത് ഉന്നയിക്കാറുണ്ട്. സാം ഹാരിസ് ചോദിച്ചാലും സാം ഹാരിസ് ഇത് തന്നെ പറയുന്നത്. ഇറ്റ്സ് എ വേർഡ് ക്രിയേറ്റഡ് ബൈ ദ ഫാസിസ്റ്റ് ആൻഡ് യൂസ്ഡ് ബൈ കവേർഡ്സ് ടു മാനിപ്പുലേറ്റ് മൊറോൺസ്. ഓർത്തു വെക്കുക, ക്രിയേറ്റഡ് ബൈ ഫാസിസ്റ്റ്, യൂസ്ഡ് ബൈ കവേർഡ്സ് ടു മാനിപ്പുലേറ്റ് മൊറോൺസ്. ഇത് ശരിക്കും കണ്ടുപിടിച്ചത് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു ഇസ്ലാം ഏജൻസിയാണ്. ഈജിപ്തിൽ അറിയാം മുസ്ലിം ബ്രദർഹുഡ്. ഇപ്പം അവരെ കുറേ ആക്ടിവിറ്റീസ് ഇല്ലീഗലായിരുന്നു. അവർ കുറേ ആൾക്കാരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി. അവരവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. ഈ ഫോബിയ എന്ന് പറയുമ്പോൾ അതും ഈ ഫിയറും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ജസ്റ്റ് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് നോക്കിക്കൊണ്ട് നമുക്ക് പോകാം. നമുക്ക് പ്രധാനമായിട്ട് 5 തരത്തിലുള്ള ഭയം ഉണ്ടെന്നാണ് പറയുക. ഒന്ന് എക്സ്റ്റിങ്ഷൻ ഫിയർ, മരിച്ചു പോകുക എന്നുള്ള പേടി, അതാണ് നമ്മുടെ ഒരു ഭയം. മറ്റൊരു ഭയം എന്ന് പറയുന്നത് മ്യൂട്ടിലേഷൻ ഫിയറാണ്. നമ്മളെ ഏതെങ്കിലും അവയവങ്ങൾ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ പരിക്കേൽക്കുമോ മുറിഞ്ഞു പോകുമോ എന്നുള്ള ഭയം. ഈ എക്സ്റ്റിങ്ഷൻ ഫിയർ എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്കെല്ലാം നമ്മളെ വേട്ടയാടുന്ന ഒരു സംഗതിയാണ് ഈ മരണഭയം. അതൊരു കൊച്ചുകുട്ടി മുതൽ അൺകോൺഷ്യസ് ആയിട്ടും കോൺഷ്യസ് ആയിട്ടും നമ്മൾ ഈ ഒരു ഫിയറാൽ നമ്മൾ ഡിസൈൻഡ് ആണ്. അതൊരു സെറിബ്രൽ പ്രോഗ്രാമാണ്. മ്യൂട്ടിലേഷൻ ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പശു കുത്താൻ വരുമ്പോൾ പശു കൊല്ലുമെന്നല്ല നമ്മൾ കരുതുന്നത്. പശു കുത്തി ഏതെങ്കിലും ഭാഗം മ്യൂട്ടിലേറ്റഡ് ആകുമോ എന്നാണ് നമ്മുടെ ഭയം. ഈവൻ പാമ്പോ അല്ലെ ചേരയോ ഒക്കെ ശരിക്കും നമ്മൾ കൊല്ലുമെന്ന് നമ്മൾ കരുതുന്നില്ല. ഇറ്റ്സ് നോട്ട് ഡെത്ത് ഫിയർ ബട്ട് മ്യൂട്ടിലേഷൻ ഫിയർ. മൂന്നാമത്തതാണ് ലോസ് ഓഫ് ഓട്ടോണമി. ലോസ് ഓഫ് ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നുള്ളൊരു ഫിയർ. ഇനി ക്ലോസ്ട്രോഫോബിയ എന്ന് പറയാറുണ്ട്. വെൻ യു ആർ ഇംപ്രിസൺഡ് ഓർ ട്രാപ്ഡ്, എവിടെയെങ്കിലും ഒരു കെണിയിൽപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ജയിലിലാകുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഫിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഫിയറാണ് നമ്മൾ ലോസ് ഓഫ് ഓട്ടോണമി. നമ്മൾക്ക് വേണ്ടടുത്ത് വേണ്ട സമയത്ത് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നാലാമത്തത് സെപ്പറേഷൻ ഫിയറാണ്. ഒറ്റയ്ക്കായി പോകുമെന്നുള്ള പേടി. എല്ലാവരും പണ്ടില്ലേ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ ചില ഉത്സവത്തിനൊക്കെ പോയിട്ട് അവസാനം നോക്കുമ്പോൾ അമ്മ അച്ഛ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. നമ്മൾ അവിടെ ഒറ്റപ്പെടുന്ന ഒരു സെപ്പറേറ്റഡ് ആവുന്ന ഒരു ഫിയർ. അഞ്ചാമത്താണ് നമ്മുടെ ഈഗോ ഡെത്ത് എന്ന് പറയുന്ന ഷെയിം, ഇൻസൾട്ട്. അതൊക്കെ ചില ആൾക്കാരൊക്കെ അതൊരു വലിയ ഫിയർ ആയിട്ടാണ് എടുക്കുന്നത്. സപ്പോസ് യു ആർ എ മദർ, യു ആർ അക്യൂസ്ഡ് ഓഫ് ഹാവിങ് എ റിലേഷൻ വിത്ത് യുവർ സൺ, ഓർ യു ആർ എ ഫാദർ, യു ആർ അക്യൂസ്ഡ് ഓഫ് ഹാവിങ് സെക്ഷൽ റിലേഷൻ വിത്ത് യുവർ ഡോട്ടർ. ഇതാരെങ്കിലുമൊക്കെ ഉന്നയിക്കുമായിരിക്കും, കേസൊക്കെ ആവും. പക്ഷേ അവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഈഗോ ഡെത്താണ്. അത് വളരെ ഹൊറിബിളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ 5 തരം ഫിയറുകളാണ് ബേസിക്കലായിട്ട് നമുക്കുള്ളതെന്ന് പറയപ്പെടുന്നു. സയൻസിൻ്റെ ഒരു സാക്ഷ്യപത്രം അങ്ങനെയാണ്. ദീസ് ആർ ഓൾ ഫിയേഴ്സ്. ഓക്കെ, ഇനി മറ്റൊന്നാണ് ഫോബിയ. ഫോബിയ ഫിയർ അല്ല. ഫിയർ ഒരു സമയം കഴിഞ്ഞാൽ, നിങ്ങൾ എൻട്രാപ്ഡ് ആണെങ്കിൽ, ഈ മുറിയിൽ നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ അതില്ലാതാവും. പക്ഷേ ഫോബിയ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതിൻ്റെ കാരണം പലപ്പോഴും ഇമാജിനറിയാണ്, നിങ്ങൾ ഭാവനയിൽ കണ്ടെത്തുന്നതാണ്, ഇറാഷണലാണ്, അയുക്തിപരമാണ്, അൺറീസണബിളാണ്. ഇപ്പോൾ പാറ്റയെ പേടിക്കുന്നു അല്ലേ, അതിനൊരു വാക്ക് തന്നെയുണ്ട്. പാറ്റയെ എവിടെ കണ്ടാലും പാറ്റയെ പേടിക്കുന്നു, പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലും പാറ്റയ്ക്കെതിരെ നല്ലൊരു നിലപാട് സാധ്യമല്ല എന്നുള്ളത്. അതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോബിയ ഓൾമോസ്റ്റ് തന്നെ എന്താ, ഭ്രമമെന്നോ വിഭ്രമമെന്നോ ആശങ്കയെന്നോ കടുത്ത ആശങ്കയെന്നോ ഒക്കെ പറയാം. അത് അൺറീസണബിളാണ്, ഇമാജിനബിൾ ആണ്. അതിന് കാരണമൊന്നുമില്ല, വെറുതെ പേടിക്കുകയാണ്. ആ ഡേഞ്ചർ എന്ന് പറയുന്നത് ശരിക്കും ഉള്ളതല്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യാണ്. ഇസ്ലാമോഫോബിയ എന്നാണ് വാക്ക്. ഇസ്ലാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഐഡിയോളജിയെ ആളുകൾ അകാരണമായി ഭയക്കുന്നു എന്നാണ് ഇസ്ലാമോഫോബിയ എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കോയിൻ ചെയ്തത് ഒരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡാണ്, ലോങ് ബാക്ക്, ഇപ്പോഴൊന്നുമല്ല. അപ്പം ഇസ്ലാം യഥാർത്ഥത്തിൽ പേടിക്കേണ്ട ഒന്നല്ല. വളരെ നിരുദ്രവകരമായിട്ടുള്ള, വളരെ തക്കുടുവായിട്ടുള്ള ഒരു സാധനമാണ് ഇസ്ലാം. പക്ഷെ ആ ഐഡിയോളജിയെ ആളുകൾ അകാരണമായി ഒരു കാരണവുമില്ലാതെ അതിനെ ഭയക്കുന്നു ലോകമെമ്പാടും. അത് ശരിയല്ല. ആ സോഫ്റ്റ്വെയറുമായിട്ട് നടക്കുന്ന മനുഷ്യർക്കെതിരെയുള്ള ഒരു നീക്കമാണത് എന്നൊക്കെയാണ് ഇതിൻ്റെ വ്യാഖ്യാനം. ഇസ്ലാം ഭയക്കേണ്ടതൊന്നുമല്ല. വളരെ സൗഹാർദ്ദപരമായിട്ട് യു ക്യാൻ ഷേക്ക് ഹാൻഡ്സ് വിത്ത് ഇസ്ലാം, നോ പ്രോബ്ലം. അതായത് ഇസ്ലാമോഫോബിയ എന്നുള്ള വാക്ക് ശരിയായൊരു വാക്കല്ല.
ഇസ്ലാമിനോട് ഫോബിയാണ് മനുഷ്യർക്കെന്നൊക്കെ പറയുന്നത് ആ മനുഷ്യരെ ചെറുതാക്കി കാണലാണ്, അവരെ അവഹേളിക്കലാണ്. നമ്മുടെ മലയാളത്തിലെ പത്രഭാഷയിൽ പറഞ്ഞാൽ അതിജീവിക്കുന്നവരെ അധിക്ഷേപിക്കലാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ആക്ച്വലി യു ഷുഡ് സേ ഇസ്ലാം ഫിയർ, നോട്ട് ഇസ്ലാമോഫോബിയ. ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടേംസ്. ഇസ്ലാമിനോടുള്ള ഭയമാണ്, അല്ലാതെ ഫോബിയ അല്ല. ഫോബിയ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് കാരണമൊന്നുമില്ല, നമ്മുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ എന്തോ ഒരു രോഗമാണ്, ഒരു ഇൽനെസ്സാണ്, ഒരു ഇൻസാനിറ്റിയാണ്. ഫിയർ നാച്ചുറൽ റെസ്പോൺസാണ്, നമ്മുടെ വളരെ പ്രാഥമികമായൊരു സോഫ്റ്റ്വെയറാണ് ഫിയർ. ഫിയർ ഇല്ലാതെ നമുക്ക് മനുഷ്യനെ അതിജീവിക്കാനേ പറ്റില്ല. ഫിയർ ആണ് നമ്മളെ റൺ ചെയ്യുന്നത്. ഒരുപാട് ഫിയർ ആകുമ്പോൾ ഒരുപാട് പ്രശ്നമാകും, അത്രേ ഉള്ളൂ.